ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ റൂം ഹാസ് വോളിയം ഓഫ് 400 meter cube and total absorption equal to 20 meter square Sabine, what is the reverberation time? വോളിയം ഓഫ് ദ റൂം തന്നിട്ടുണ്ട്, ടോട്ടൽ അബ്സോർപ്ഷൻ തന്നിട്ടുണ്ട്, റീവർബറേഷൻ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമുലയാണ് റീവർബറേഷൻ ടൈം ഈക്വൽ ടു 0.16 V by A. V means volume of room, A total absorption ആണ്. ജസ്റ്റ് നമ്മൾ വിയും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വി 400ഉം A 20യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 20യും 400ഉം കട്ട് ചെയ്ത് 20 കിട്ടി. അങ്ങനെ 0.16 into 20 ആൻസർ നമുക്ക് 3.2 സെക്കൻഡ്സ് കിട്ടി. അപ്പോൾ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് 3.2 സെക്കൻഡ്സ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ് ആൽഫ. What does alpha, that is coefficient of absorption of 1 means? അപ്പോൾ ആൽഫ എന്താന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം, അതായത് കോഎഫിഷ്യന്റ് ഓഫ് അബ്സോർപ്ഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. സൗണ്ട് എനർജി അബ്സോർബ് ബൈ ദ സർഫസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സൗണ്ട് എനർജി ഇൻസിഡന്റ് ഓൺ ദ സർഫസ്. ഒരു സർഫസിൽ വീഴുന്ന സൗണ്ട് എനർജിയിൽ എത്രത്തോളം സൗണ്ട് എനർജി ആ സർഫസ് അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആൽഫ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആൽഫ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ അർത്ഥം എന്താ? എത്രത്തോളം സൗണ്ട് എനർജി ആ സർഫസിൽ വീഴുന്നുണ്ട് അത്രത്തോളം തന്നെ സൗണ്ട് എനർജി ആ സർഫസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ മെറ്റീരിയൽ അബ്സോർബ്സ് ഓൾ സൗണ്ട് എനർജി. ഓക്കെ, അതിൽ വന്ന് വീഴുന്ന എല്ലാ സൗണ്ട് എനർജിയും ഈ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നാണ് ആൻസർ. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാമിന് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മെറ്റീരിയൽ ട്രാൻസ്മിറ്റ്സ് ഓൾ സൗണ്ട് എനർജി, മെറ്റീരിയൽ അബ്സോർബ്സ് ഓൾ സൗണ്ട് എനർജി, മെറ്റീരിയൽ അബ്സോർബ്സ് ഓൾ സൗണ്ട്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആൻസർ മെറ്റീരിയൽ അബ്സോർബ്സ് ഓൾ സൗണ്ട് എനർജി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു റേഷ്യോ ഓർത്തിരിക്കുക. ഓക്കെ, ചിലപ്പം ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ആൽഫ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി ലെവൽ ഇൻ ഡെസിബൽ ഓഫ് എ സൗണ്ട് വാല്യൂ വിത്ത് ആൻ ഇന്റൻസിറ്റി ഓഫ് 10⁻⁻5 watts per meter square? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡെസിബലിൽ നമ്മൾ സൗണ്ടിന്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല ബീറ്റ ഈക്വൽ ടു 10 into log of I by I0 ആണ്. ബീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബീറ്റയാണ് ഇന്റൻസിറ്റി ഇൻ ഡെസിബൽ വാല്യൂ. ഓക്കെ, അപ്പൊ ഇതില് I0 എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ഇന്റൻസിറ്റി ആണ്. I0 എന്ന് പറയുന്നത് 10⁻⁻12 watts per meter square ആണ്. അത് ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഈ I0 എന്ന് പറയുന്നത് ലോവസ്റ്റ് സൗണ്ട് ഇന്റൻസിറ്റി ഹ്യൂമൻ ഇയർ ക്യാൻ ഹിയർ. നമുക്ക് കേൾക്കാൻ കഴിയുന്ന ലോവസ്റ്റ് സൗണ്ട് ഇന്റൻസിറ്റി ആണ് 10⁻⁻12. അപ്പൊ നമുക്ക് I ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. I0 ഇപ്പൊ നമുക്ക് അറിയാം 10⁻⁻12 ആണ്. ഇനി നമ്മൾ ബീറ്റയും കൂടെ കണ്ടുപിടിക്കണം. ജസ്റ്റ് വാല്യൂ ഇട്ട് കൊടുക്കുക, ബീറ്റ കണ്ടുപിടിക്കുക. ഓക്കെ, ബീറ്റ ഈക്വൽ ടു 10 log of 10⁻⁻5 divided by 10⁻⁻12. ഇതെന്താണ്? 10⁻⁻5 by 10⁻⁻12 എന്ന് പറയുന്നത് 10 log of 10⁻7 ആയല്ലേ? ഓക്കെ, അപ്പൊ log of 10⁻7 എന്ന് പറയുന്നത് എന്താണ്?
7 ആണ്. log a raised to b എന്ന് പറയുന്നത് b log a ആണ്. അപ്പം log 10 raised to 7 log 10 ആണ്. സോ log 10 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. സോ 7 ആണ്. അങ്ങനെ നമുക്ക് ബീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു 10 log 10 raised to 7 എന്ന് പറഞ്ഞാൽ 10 into 7 70 decibel ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, a change in the intensity level of 1 decibel alters the intensity of sound by എത്ര percentage എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ബീറ്റ ഈക്വൽ ടു 10 log I by I0. ഇതിൽ ക്വസ്റ്റ്യനിൽ 2 കേസായിട്ട് നമ്മൾ എടുക്കാനുള്ള കാരണം, ക്വസ്റ്റ്യനിൽ ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി ലെവൽ ഓഫ് 1 decibel. അപ്പോൾ ആ ചേഞ്ചിൻ്റെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ 1 ബീറ്റ 2 വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ ടൈമിൽ ഇൻറ്റൻസിറ്റി I1 ആണെന്നും അത് കഴിഞ്ഞ് I2ലോട്ട് ഇൻറ്റൻസിറ്റി മാറിയതായിട്ടുമാണ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് രണ്ടിനെയും സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ബീറ്റ 2 മൈനസ് ബീറ്റ 1 ഈക്വൽ ടു 10 log I1 by I0 minus 10 log I2 by I0. ഒരു ഫോർമുല ഓർത്ത് വയ്ക്കുക. log ഓഫ് a by b എന്താണ്? log a മൈനസ് log b ആണ്. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഈ തേർഡ് ഇക്വേഷൻ, ബീറ്റ 2 മൈനസ് ബീറ്റ 1, that is change in intensity level in dB, equal to 10 log of I1 by I0 divided by I2 by I0. അല്ലേ, നമുക്ക് ഇങ്ങനെ എഴുതാം. ബീറ്റ 2 മൈനസ് ബീറ്റ 1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 decibel ആണ്. 1 ഈക്വൽ ടു 10 log ഓഫ് ഈ I0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 10 log ഓഫ് I1 by, ഓക്കെ, ഒരു കാര്യം, ഒരു മിസ്റ്റേക്ക് പറ്റി. ബീറ്റ 2 അല്ലേ ആദ്യം? സോ ബീറ്റ ഇവിടെ I2, ഇവിടെ Y1 ആണ്. I2 ഇവിടെ I1 ആണ്. ഓക്കെ, സോ 1 ഈക്വൽ ടു 10 log ഓഫ് I2 by I1. നമുക്ക് I2 by I1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. I2 by I1 എന്ന് പറയുന്നത് ആൻറ്റി ലോഗ് ഓഫ് 1/10 ആയിരിക്കും അല്ലേ? 1/10 ഈക്വൽ ടു, ഒരു മിനിറ്റ്, 1/10 ഈക്വൽ ടു ലോഗ് ഓഫ് I2 by I1. 1/10 എന്ന് പറയുന്നത് 0.1. 0.1 ഈക്വൽ ടു ലോഗ് ഓഫ് I2 by I1. ആൻറ്റി ലോഗ് ഓഫ് 0.1 ആണ് I2 by I1. ഇത് ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാമിന് വന്നിട്ടുള്ളതാണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ ആൻറ്റി ലോഗ് ഓഫ് 0.1 എത്രയാണെന്നൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുന്ന നല്ലതായിരിക്കും. ആൻറ്റി ലോഗ് ഓഫ് 0.1 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.26 ആണ്. ഈ വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 1.26 ഈക്വൽ ടു I2 by I1. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാൻ സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ, കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ എക്സാമിന് അത് ഞാൻ കണ്ടില്ല ക്വസ്റ്റ്യനിൽ ആൻറ്റി ലോഗ് ഓഫ് 0.1 ഈക്വൽ ടു 1.26 ആണെന്നോ.
അങ്ങനെയൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വാല്യൂ ഒന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അതായത് ഇനി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് പെർസെൻറ്റേജിലാണ് കണ്ടുപിടിക്കേണ്ടത് എത്രത്തോളം ചേഞ്ച് ഇൻറ്റൻസിറ്റിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് I1 നിന്ന് I2 പോകുമ്പോൾ എത്രത്തോളം ചേഞ്ച് ഇൻറ്റൻസിറ്റിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ I2 by I1 റേഷ്യോ 1.26 ആണ്. അതായത് 1.26 by 1 ആയിരുന്നു I1. പിന്നെ അടുത്ത കേസിൽ അത് എന്തായി? 1.26 ആയല്ലേ. സോ ഇൻറ്റൻസിറ്റി 1 നിന്ന് 1.26 മാറി. സോ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 26% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. സോ 1 decibel ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് മാറിക്കഴിഞ്ഞാൽ 26% ഇൻക്രീസ് ആണ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ടിന് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ആൻസർ. 26% ആണ് ആൻസർ. Next question. The property of sound closely related to its pitch is? Answer എന്താണ്? Frequency ആണ് ആൻസർ. പിച്ച് എന്ന് പറയുന്നത് എന്താണ്? The sensation of a frequency. അതാണ് പിച്ച്. ഫ്രീക്വൻസി കൂടുന്തോറും പിച്ചും കൂടും. Okay, so pitch increases when the frequency is increased and decreases with the decrease in frequency. So answer frequency ആണ്. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ PPT നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കമൻറ്റിൽ കൊടുത്തേക്കാം. താങ്ക് യു.